ഹായ് ഗൈസ്, ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ കാരണവന്മാർ ചെയ്ത പുണ്യം കാരണം എൻ്റെ ലാപ്ടോപ്പ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. പിന്നെ ക്യാമ്പസിൽ വന്നൊരു ചേട്ടൻ്റെ നിന്ന് ലാപ്പ് മേടിച്ച് കോപ്പി അടിച്ച് ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് എക്സാം ഞാൻ എങ്ങനെയോ പാസ്സായിട്ടുണ്ട്. എക്സാം അറ്റൻഡ് ചെയ്ത ക്ഷീണത്തിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത് അൽസാജിൽ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്, വരാൻ പറ്റുമെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡിഗ്രി പഠിച്ച ഫ്രണ്ട് കല്യാണമാണ്, ഈ എക്സാം ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ നേരത്തെ ഒരു ടീം വർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് വിചാരിച്ചതിലും നേരത്തെ എത്താൻ പറ്റി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കുറച്ച് സത്യം പറഞ്ഞാൽ ഇത്രയും പേരെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എല്ലാവരും കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷമായി. പിന്നെ ഇത് മറ്റേ ബോംബെ മിഠായില്ലേ, അതിൻ്റെ വെളുത്ത കളറാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മജന്ത ബോംബെ മിഠായിയുടെ ഫാൻ ഗേളാണ്. പിന്നെ ഉള്ളതും കഴിച്ചുകൊണ്ട് വന്നു. പിന്നെ പോപ്കോണും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് എനിക്ക് അവളോടൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ജസ്റ്റ് അവളെ കണ്ടിട്ടിങ്ങ് വന്നു. ഇത് പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വലിയച്ഛൻ്റെ വീട്ടിൽ കയറി കുറച്ച് നേരം അവിടെ കത്തി വെച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും കാർത്തികയായിരുന്നു. അങ്ങനെ അമ്മ കിഴങ്ങൊക്കെ വെച്ചു, പിന്നെ വിളക്കൊക്കെ കത്തിച്ചു. നമ്മൾ ക്യാൻഡിൽസാണ് ഇവിടെ കത്തിക്കാറ്. എനിക്ക് മറ്റേ ദീപം കത്തിക്കണം എന്നാണ് ആഗ്രഹം, പക്ഷെ ഇവിടെ ക്യാൻഡിൽസാണ് വാങ്ങിക്കാറ്. പിന്നെ താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ഞങ്ങൾ വിളക്ക് കത്തിച്ചു, അപ്പുറത്തെ വീട്ടിലും കത്തിച്ചു. പിന്നെ അന്യൻ്റെ വീട്ടിൽ ഒരുപാട് എത്തി നോക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ ചന്ദ്രൻ പോലും ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു. പുള്ളി പോലും ഫുള്ള് നല്ല കത്തി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കിഴങ്ങും പുളിമുളകൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു. താങ്ക് യു.